MES College Kochi, Mundamberi near Thoppumadi, Kochi. Contact 0484 298067 7902980067. കാലടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ആദിശങ്കരന്റെ നാടായ കാലടിയിൽ 24 മണിക്കൂറും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതായി പരാതി. ഭരണാധികാരികൾ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ യോഗം കൂടുന്നതല്ലാതെ യാതൊരു പരിഹാരവും കാണുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം MLA റോജി എം ജോൺ കാലടി പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചുകൂടിയ യോഗത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും ഹോട്ടൽ ലക്ഷ്മി വൻ ഉടമയുമായ TR മുരളി, ജനറൽ സെക്രട്ടറി കണ്ണമ്മ സന്തോഷ്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ MPGB, ജിജി തോമസ്, മറ്റ് ട്രാഫിക് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് കാലടി പാലത്തിൽ രൂപപ്പെട്ടുള്ള കട്ടറുകളും കുഴികളും 24 മണിക്കൂറിനുള്ളിൽ അടച്ച് റീടാർ ചെയ്യിപ്പിക്കണമെന്നാണ്. എന്നാൽ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിനാൽ കാലടിയിൽ കൂടി കോട്ടയം, ഇടുക്കി ഭാഗത്തു നിന്ന് MC റോഡ് വഴി എയർപോർട്ടിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും പോകുന്നവർ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. അങ്കമാലി NF ആശുപത്രി, അങ്കമാലി രാജഗിരി ആശുപത്രി, അപ്പോളോ ആശുപത്രി, മുക്കന്നൂർ MAH ആശുപത്രികളിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗികൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. കൂടാതെ തൃശൂർ, കോഴിക്കോട്, വയനാട്, തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിനും കാലടി ആദിശങ്കര ക്ഷേത്രം, കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മലയാറ്റൂർ തീർത്ഥാടനം, മൂന്നാർ സന്ദർശിക്കാനെത്തുന്ന വിദേശികളും സ്വദേശികളുമായവർ കാലടിയിൽ ബ്ലോക്കിൽപ്പെട്ട് നട്ടം തിരികെയാണ്. ഇതിനുടൻ പരിഹാരമുണ്ടാക്കണമെന്നും കാലടി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണികൾക്ക് എല്ലാവരും സഹകരിക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പാലത്തിന്റെ കട്ടറുകൾ, കുഴികൾ അടക്കാൻ യാതൊരു നടപടികളും എടുക്കാത്തതിനാലാണ് ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്നത്. ഇതൊഴിവാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കാലടി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ട്രേഡ് യൂണിയൻ ഭാരവാഹികളും ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ജോലിക്കെടുക്കുന്ന അധിക താൽപര്യം റോഡിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ കൂടി എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പാലത്തിന്റെ കുഴികൾ അടച്ച് പാലം റീടാറിംഗ് നടത്തിച്ച് കാലടിയിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ ചെയ്യിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാലടി.